ശരീരത്തിലെ വെയിൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് വീർത്ത് തടിച്ച് കാണപ്പെടുന്നതാണ് വെരിക്കോസ് വെയിൻ. അമിതവണ്ണമുള്ളവരിലും അധിക സമയം നിന്ന് ജോലി ചെയ്യുന്നവരിലും മലബന്ധമുള്ളവരിലും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയ സ്ത്രീകളിലും പ്രായമായവരിലുമാണ് കൂടുതലായി വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത്. ഇതുകൂടാതെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം അത് പ്രധാനമാണ്. അതായത് ഉദാഹരണത്തിന് നല്ല വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുക, ജോലിയുടെ ഭാഗമായി AC റൂമിൽ ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വെയിലത്തേക്ക് ഇറങ്ങുക, ഇതെല്ലാം കാരണം വെയിൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും വെയിൻസ് വീക്കർ ആവുകയും ചെയ്യുന്നു. അങ്ങനെ വെരിക്കോസ് വെയിന് കാരണമാകുന്നു. കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ കാലുകൾക്ക് വേദനയും ഭാരവും അനുഭവപ്പെടുക, രാത്രി സമയങ്ങളിൽ കാലിൽ മസിൽ കയറി വരുന്നതായി തോന്നുക, അതോടൊപ്പം കാലുകളുടെ ആംഗിൾ ജോയിന്റിന് നീരുണ്ടാവുക, പിന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന കളർ ചേഞ്ചസ്, അതായത് ഒരു റെഡിഷ് ബ്ലാക്ക് കളർ ചേഞ്ച് വന്നിട്ട് അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അവിടെ അൾസർ ഫോം ചെയ്യുക, ഇവയെല്ലാമാണ് പ്രധാനമായും വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ കണ്ടുവരുന്നത്. വെരിക്കോസ് വെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ കാലുകൾ എപ്പോഴും ഹാർട്ട് ലെവലിന് മുകളിലായി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് പില്ലോയോ എന്തെങ്കിലും വെച്ച് അത് ഉയർത്തി വെക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അവർ നടക്കുകയോ അല്ലെങ്കിൽ നീന്തൽ അറിയാവുന്നവർ നീന്താനുള്ള പരിശീലനങ്ങൾ ചെയ്യുക. അതോടൊപ്പം അവരുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കാലിലേക്കുള്ള വെയിൻസിന്റെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അത് വെരിക്കോസ് വെയിന് കാരണമായേക്കാം. സോ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നീട് ചെറിയ ചെറിയ ലെഗ് എക്സസൈസുകൾ അവർ ശീലിക്കുക എന്നുള്ളത്. പിന്നീട് പ്രധാനമായും ഫുഡ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് രക്തത്തെ അശുദ്ധിയാക്കുകയും അത് വെരിക്കോസ് വെയിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും.